Alhamdulillah Rabbil Alamin. Wassalatu wassalamu ala rasulih nabi wa ala alihi wa sahbihi ajma'in. Amma ba'd. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം നാം ഏവരിലും വർഷിക്കുമാറാവട്ടെ. കുറേ കാലത്തിന് ശേഷമാണ്, ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ ഇങ്ങനെയൊരു കുടുംബ സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ നമുക്ക് തീർച്ചയായും ഉപകാരപ്പെടും. നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുടുംബ സംഗമത്തിൽ 2 ക്ലാസ്സുകളാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒന്ന്, കുടുംബ ജീവിതത്തിൽ എത്രമാത്രം ആദർശ നിഷ്ഠ നമ്മൾ പാലിക്കേണ്ടതുണ്ട് എന്നും, രണ്ടാമത്തെ ഇശാക്ക് ശേഷം നടക്കുന്ന ക്ലാസ്സിൽ ബഹുമാന്യനായ സമീർ അലിയവർ കുടുംബ ജീവിതത്തിൽ സമാധാനം, സ്നേഹം അവ നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകതയും അതേപോലെ തന്നെ അതിൻ്റെ പ്രായോഗിക മാർഗങ്ങളും എന്ന വിഷയത്തിൽ ഇൻഷാ അല്ലാഹ് നമ്മളുമായി സംവദിക്കുന്നതായിരിക്കും. നമുക്കറിയാം, ഒരു കുടുംബം എന്ന് പറയുമ്പോൾ അതിൽ ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, മക്കളുണ്ട്, ഭാര്യ, ഭർത്താക്കന്മാർ, അങ്ങനെ എല്ലാവരും കൂടുന്നതാണ് ഒരു കുടുംബത്തിലെ കണ്ണികൾ എന്ന് പറയുന്നത്. സാധാരണ പറയാറുണ്ട്, ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് മണലും മെറ്റലും അതേപോലെ സിമെന്റും ഒക്കെ കൊണ്ടുപോയി ഇട്ടാൽ അതൊരു ബിൽഡിംഗ് ആവുകയും അത് വേണ്ട രൂപത്തിൽ കൃത്യമായ പാകത്തിൽ അത് കുഴച്ച് അത് കോൺക്രീറ്റ് ചെയ്ത് എടുക്കുമ്പോഴാണ് അതൊരു ബിൽഡിംഗ് ആവുക. എന്നതുപോലെ ഒരു വീട്ടിൽ വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, മക്കളുണ്ട്. ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നിർവഹിക്കേണ്ട കടമകൾ അത് നിറവേറ്റുകയും കടപ്പാടുകൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ഒരു വാപ്പ യഥാർത്ഥ വാപ്പയായി, ഒരു ഉമ്മ യഥാർത്ഥ ഉമ്മയായി, അതുപോലെ മക്കൾ യഥാർത്ഥ മക്കളായി, ഭാര്യ യഥാർത്ഥ ഭാര്യയായി, ഭർത്താവ് യഥാർത്ഥ ഭർത്താവായി ഒക്കെ മാറും. മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ട്, എത്രയെത്ര മക്കളാണ് അവർ വാപ്പയില്ലാത്തതിന്റെ പേരിലല്ല അവർ അനാഥരായി മാറിയത്, മറിച്ചൊരു ഉപ്പയിൽ നിന്ന് കിട്ടേണ്ട ആ ഒരു മതപരമായ അതവുകളും ചിട്ടകളും പരിഗണനകളും സ്നേഹമൊക്കെ കിട്ടാത്തതിന്റെ പേരിൽ വാപ്പയുണ്ടായിട്ടും അനാഥരായി ജീവിക്കുന്ന എത്രയോ മക്കളുണ്ട്. അത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു പോയിന്റ് തന്നെയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ചിലപ്പോ ഉമ്മമാ ഇസ്ലാമികമായ വസ്ത്രമണിഞ്ഞ് വളരെ നല്ല അതവോടുകൂടി മര്യാദയോടുകൂടി പുറത്തുനിന്ന് ഇറങ്ങുമ്പോൾ പോലും ശ്രദ്ധിച്ച് പോകുന്നവരുണ്ട്. എന്നാൽ അതേ ഉമ്മയുടെ മക്കളാവട്ടെ ആ ഉമ്മയുടെ മോളാണോ എന്ന് പോലും തോന്നിപ്പോകുന്ന രൂപത്തിലുള്ള മോഡേൺ വസ്ത്രമണിയുന്നത് പലപ്പോഴും കാണാം. ഇവിടെ തന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അങ്ങനെയുള്ള കാഴ്ചകൾ കാണാം. വാപ്പയാവട്ടെ 5 നേരം പള്ളിയിൽ പോയി നമസ്കരിക്കുകയും ദീനിന്റെ കാര്യങ്ങളിലെല്ലാം വളരെ ഉത്സാഹം കാണിക്കുകയും ചെയ്യുന്ന ആളാണ്. പക്ഷെ മകൻ അതിന്റെ ഏഴയത്ത് പോലും എത്തുന്നില്ല, നിസ്കാരമില്ല, മറ്റു കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ ആകാൻ പാടില്ല. മറിച്ച് ഒരു ഉപ്പ ആഗ്രഹിക്കണം, എന്റെ മോനും എന്നെ പോലെ ദീനി രംഗത്തുണ്ടാവണം. ഒരു ഉമ്മ ആഗ്രഹിക്കണം, എന്നെ പോലെ അടക്കവും ഒതുക്കവുമുള്ള ഒരു മോളായി എന്റെ മോള് മാറണം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വ അഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഅ്സൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അല്ലാഹു പറയാണ്, വിശ്വാസികളെ,
നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ കാത്തുകൊള്ളണം. തീർന്നില്ല, നിങ്ങളുടെ അഹ്ലുകളെ, നിങ്ങളുടെ കുടുംബത്തിലുള്ള മക്കൾ, ഭാര്യ തുടങ്ങി എല്ലാവരെയും നിങ്ങൾ കാത്തു രക്ഷിക്കണം. എന്തിൽ നിന്ന്? നാറിൽ നിന്ന്, നരകാഗ്നിയിൽ നിന്ന്. അതായത് ഒരു കുടുംബത്തിന്റെ പിതാവ്, ഒരു ഉപ്പ സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ പോരാ, മക്കളുടെ കാര്യങ്ങളിൽ കൂടി ശ്രദ്ധിക്കണം എന്നർത്ഥം. ഒരു ഭർത്താവ്, അദ്ദേഹം രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കും, എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും. പക്ഷേ ഭാര്യയോട് പറയാതെ, ഭാര്യ ചെയ്യാതെ, അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ കാര്യമായിക്കോട്ടെ, ഏത് കാര്യമായിക്കോട്ടെ. അപ്പൊ ഇവിടെയെല്ലാം നമ്മൾ മാത്രം നാളെ പരലോകത്ത് രക്ഷപ്പെട്ടാൽ പോരാ, നമ്മുടെ കുടുംബത്തിലുള്ളവരാരും ആ നരകാഗ്നിയിൽ പ്രവേശിക്കരുത് എന്ന അതിയായ ആഗ്രഹം നമുക്കുണ്ടാവണം. അതിനനുസരിച്ച് നമ്മൾ പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. വിശുദ്ധ ഖുർആനിൽ ശ്രദ്ധേയമായ ഒരു ആയത്തുണ്ട്. അതഅ്മുറൂന അൻ-നാസ ബിൽ-ബിർരി വതൻസൗന അൻഫുസകും വഅൻതും തത്ലൂനൽ കിതാബ്. അതഅ്മുറൂന അൻ-നാസ ബിൽ-ബിർരി, നിങ്ങൾ ആളുകളോട് നല്ല കാര്യങ്ങളൊക്കെ പറയും, പക്ഷെ നിങ്ങളുടെ കാര്യം നിങ്ങൾ മറന്നു പോവുകയാണ്. മറ്റുള്ളവർ അവരെങ്ങനെയാണ്, ആ വീട്ടുകാരെങ്ങനെയാണ്, ആ മക്കൾ എങ്ങനെയാണ് എന്ന് കുറ്റം പറയാനും അവന്റെ കുറവുകൾ പറയാനും ചില ആളുകൾ കുട്ടികളുണ്ടാവും. എന്നാൽ സ്വന്തം വീട്ടിലെ കാര്യവും അതിനേക്കാൾ അബദ്ധമായിരിക്കും. അതുകൊണ്ട് നന്നാവേണ്ടത് നമ്മളിൽ നിന്നാണ്, മറ്റുള്ളവരിൽ നിന്നല്ല. അതാണ് വിശുദ്ധ ഖുർആനിന്റെ സൂചന. എല്ലാ രംഗത്തും നമുക്ക് നിഷ്ഠ വേണം. നമ്മുടെ ആദർശ രംഗത്ത്, വിശ്വാസ രംഗത്ത്, അനുഷ്ഠാന രംഗത്ത്, കടമകളും കടപ്പാടുകളും നിർവഹിക്കുന്നതിൽ എല്ലായിടത്തും ആ ഒരു നിഷ്ഠ നമുക്കുണ്ടാവണം. അപ്പൊ നമുക്ക് ഒരു കുടുംബം എന്നുള്ള നിലയ്ക്ക് പതറാതെ തളരാതെ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മെ മുമ്പോട്ട് നയിക്കുന്നത് നമ്മുടെ സ്വത്തുക്കളോ, നമ്മുടെ സമ്പാദ്യമോ, നമ്മുടെ സ്ഥാനമാനങ്ങളോ, നമ്മുടെ കുടുംബ മഹിമയൊന്നുമല്ല. മറിച്ച് നമ്മുടെ മനസ്സിൽ ഉറച്ചു കിടക്കുന്ന വിശ്വാസം, ആ വിശ്വാസത്തിന്റെ കരുത്തിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുകയുള്ളൂ. പരീക്ഷണങ്ങളിൽ നമുക്ക് തണലാകുന്നത് നമ്മുടെ കരുത്തുറ്റ വിശ്വാസമാണ്, തൗഹീദാണ്. നമുക്കെല്ലാം അറിയുന്ന ഒരു ചരിത്രമുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഭാര്യ ഹാജറിനെയും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ കൈക്കുഞ്ഞ മക്കയിൽ കഅബയുടെ അരികിൽ കൊണ്ടുപോയി താമസിപ്പിച്ചിട്ട് തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോൾ അവിടെ അടുത്ത് ആരുമില്ല. ഒരു മനുഷ്യൻ പോയിട്ട് ഒരു നാൽക്കാലി മൃഗം പോലില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്കാക്കിയിട്ട് ഒരു തോൽപാത്രത്തിൽ വെള്ളവും കൊടുത്ത് കഴിക്കാൻ എന്തോ ഒരല്പം കാരക്കയും കൊടുത്ത് ഞാൻ മടങ്ങുകയാണ്, ഞാൻ തിരിഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ ഹാജർ ചോദിക്കുന്നുണ്ട്, ഇബ്രാഹിം നിങ്ങൾ പോവുകയാണോ? അപ്പോഴൊന്നും ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രതികരിക്കുന്നില്ല. ഞങ്ങളെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് നിങ്ങൾ മടങ്ങുകയാണോ? ഒരു മറുപടി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഭാഗത്ത് നിന്ന് വരുന്നില്ല. അവസാനം ഹാജർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ ഞങ്ങളെ ഇവിടെ ആക്കിയിട്ട് മടങ്ങുന്നത് നിങ്ങളുടെ ഇഷ്ടപ്രകാരമാണോ അതോ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണോ? അപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നു, എന്റെ റബ്ബിന്റെ തീരുമാനമാണ്, എന്റെ റബ്ബിന്റെ കൽപ്പനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മടങ്ങുകയാണ്. ആ സമയത്ത് ഹാജർ പറയുന്നുണ്ട്, എങ്കിൽ നിങ്ങൾ പോയിക്കൊള്ളൂ, ആ റബ്ബ് ഒരിക്കലും ഞങ്ങളെ കൈവടിയുകയില്ല എന്ന്. ആരോരുമില്ലാത്ത ഒരു സ്ഥലത്തന്ന് കൊണ്ടുപോയി താമസിപ്പിച്ച് പോയ ആ മക്കയുടെ ഇന്നത്തെ ചിത്രം നമ്മളൊന്ന് ആലോചിച്ചു നോക്കും. എന്താണ് ഇന്ന് മക്ക, അല്ലെ? ലോകത്ത് ഇത്രയേറെ തിരക്കുള്ള മറ്റൊരു സ്ഥലം നമുക്ക് കാണാൻ സാധിക്കും. അതാണ്. അപ്പം ഏത് പ്രതിസന്ധിയിലും നമുക്ക് തളരാതെ പതറാതെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കരുത്തു പകരുന്നത് നമ്മുടെ വിശ്വാസമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും എന്റെ റബ്ബിൽ തവക്കുൽ ചെയ്ത് ഞാൻ മുമ്പോട്ട് പോകും, അവൻ എന്നെ കൈവടിയുകയില്ല. പ്രിയപ്പെട്ട കുഞ്ഞ് 2 വയസ്സായപ്പോഴോ 3 വയസ്സായപ്പോഴോ മരണപ്പെടുകയാണ്. ഒരു ഉമ്മയ്ക്കോ ഉപ്പയ്ക്കോ താങ്ങാനാവാത്ത മക്കളുടെ ഒരു മരണത്തിന്റെ പ്രായമാണ്. 1 വയസ്സോ 2 വയസ്സോ അല്ലെങ്കിൽ 5ഓ 10ഓ വയസ്സിനുള്ളിലുള്ള ആ മക്കളുടെ മരണം. എനിക്ക് 3 മക്കൾ ഉണ്ടായിരുന്നു, 3 മക്കൾ മരണപ്പെട്ടു. എനിക്ക് എന്താണ് പകരം കിട്ടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമ്മ ചോദിച്ചപ്പോ നബി പറയുന്നുണ്ട്, നിങ്ങൾ ക്ഷമിച്ചാൽ സഹോദരി നിങ്ങൾക്ക് സ്വർഗമുണ്ട്. ഉടനെ അടുത്തിരുന്ന വേറൊരു സഹോദരി പറഞ്ഞു, നബി എനിക്ക് 2 കുട്ടികളുണ്ടായിരുന്നു, ചെറുപ്പത്തിൽ ആ 2 കുട്ടികളും മരണപ്പെട്ടു, എനിക്ക് എന്ത് കിട്ടും? എനിക്ക് സ്വർഗം കിട്ടുമോ? നിങ്ങൾക്കും സ്വർഗമുണ്ട്, ക്ഷമിച്ചാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
ഒരു ഹദീസിൽ നമുക്ക് കാണാം, പ്രിയപ്പെട്ട മക്കൾ ചെറുപ്പത്തിൽ മരണപ്പെടുന്ന സമയത്ത്, ആ മരണവാർത്ത കേൾക്കുന്ന സമയത്ത് ആ ഉപ്പ പറയുകയാണ് എന്ത്? അൽഹംദുലില്ലാഹ്. എങ്ങനെ പറയാൻ പറ്റുക? അതിന് ഈമാൻ വേണം, അതിന് വിശ്വാസം വേണം. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞതിന് ശേഷം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈത്തുൽ ഹംദ് എന്ന ഒരു വീട് അവർക്ക് വേണ്ടി അല്ലാഹു നാളെ സ്വർഗ്ഗത്തിൽ ഒരുക്കുന്നതാണ്. അതാണ് ക്ഷമ. എന്റെ കുഞ്ഞിനെ എന്റെ റബ്ബ് 2 വയസ്സായപ്പോൾ തിരിച്ചു വിളിച്ചിട്ടുണ്ടെങ്കിൽ, 5 വയസ്സായപ്പോൾ തിരിച്ചു വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്റെ വീഴ്ചയല്ല, എന്റെ റബ്ബിന്റെ തീരുമാനമാണ്. എനിക്ക് കുഞ്ഞിനെ തന്നത് എന്റെ റബ്ബാണെങ്കിൽ ആ കുഞ്ഞിനെ എപ്പോൾ തിരിച്ചു വിളിക്കണമെന്ന് തീരുമാനിച്ചിട്ടുള്ളത് എന്റെ റബ്ബാണ്. അതിൽ എനിക്ക് തീരുമാനത്തിന് അവകാശമില്ല. അതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു, ഏറ്റവും ഭംഗിയായി ക്ഷമിക്കുന്നു. അതാണ് തവക്കുൽ. അങ്ങനെ പറയാൻ നമുക്ക് കഴിയണം. അത് അല്ലാഹ് ആരാണെന്ന് അറിയണം, അല്ലാഹുവിനുള്ള ഹക്ക് എന്താണെന്ന് മനസ്സിലാക്കണം, അല്ലാഹുവിനുള്ള സ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി അല്ലാഹുവിന്റെ ഖദറിൽ അടിയുറച്ച് വിശ്വസിച്ച് തവക്കുൽ എന്താണെന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുക. അതല്ലാതെ പതറാൻ പാടില്ല. എത്രയോ പേരുണ്ട് സ്വന്തം ഭർത്താവ് വിചാരിതമായി മരണപ്പെടുമ്പോൾ മാനസിക നില തെറ്റിപ്പോയ, ഭ്രാന്തായിപ്പോയ എത്രയോ സഹോദരിമാരെ നമുക്ക് കാണാൻ സാധിക്കും. മക്കൾ ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോകുമ്പോൾ മാനസിക നില തെറ്റിപ്പോയ എത്രയോ മാതാപിതാക്കളെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയായിരുന്നുവെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടിത്തട്ടിൽ കിടന്ന് എത്ര മക്കൾ മരണപ്പെട്ടു? റസൂലുള്ളാഹിയുടെ മടിത്തട്ടിൽ കിടന്നല്ലേ റസൂലുള്ളാഹിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 ആൺമക്കൾ മരണപ്പെട്ടത് അല്ലേ? അല്ലാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സൃഷ്ടിയാണ്, അല്ലെങ്കിൽ അഷ്റഫുൽ ഖൽഖാണ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകത്ത് അല്ലാഹു ഈ ഭൂമിയിൽ സൃഷ്ടിച്ച പടപ്പുകളിൽ ഏറ്റവും വലിയ പരീക്ഷണം ഏറ്റുവാങ്ങിയതാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പിന്നെ നോക്കിയാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ് അല്ലേ? ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് കുഞ്ഞുങ്ങളെ നൽകാതെ അല്ലാഹു പരീക്ഷിച്ചില്ലേ? ചരിത്രത്തിൽ പറയുന്നത് 90 വയസ്സ്, 88 90 വയസ്സായപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അല്ലാഹു ഒരു കുഞ്ഞിനെ നൽകിയത് എന്നാണ്. അപ്പൊ അത്രയും കാലം ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ദുആയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിരാശപ്പെട്ടിട്ടില്ല. ഇതാണ് വേണ്ടത്. നമ്മുടെ നാട്ടിലൊക്കെ കാണാം, കല്യാണം കഴിഞ്ഞ് മക്കളായില്ലെങ്കിൽ ജാലങ്ങൾ തോറും കയറിയിറങ്ങുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാം. ദർഗകൾ തോറും കയറിയിറങ്ങുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാം. അവിടങ്ങളിൽ പോയി പല നേർച്ചകൾ ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാം. എന്തിനാണ്? കുഞ്ഞുണ്ടാകാൻ വേണ്ടി. അവിടെയുള്ള ആളുകളോട് പ്രാർത്ഥിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു, മലപ്പുറം ജില്ലയിലെ മമ്പുറം മക്കാം. ആ മമ്പുറം മക്കാമിന്റെ അടുത്ത് പോയി കുറെ ആളുകൾ അവിടെ നിൽക്കുന്നു. അവിടെയുള്ള ഒരു ഉസ്താദ് പിന്നെ ദുആ ചെയ്യുന്നു. ആ ദുആയിൽ റസൂലുള്ളാഹിനെ വിളിക്കുന്നുണ്ട്, കാക്കണേ നബി എന്ന് പറഞ്ഞു. ഈ മമ്പുറം മക്കാമിൽ കബറടക്കപ്പെട്ട ഈ ശൈഖാണ് നമ്മുടെ കാവൽ രക്ഷകൻ എന്ന് അദ്ദേഹം പറയുന്നു. അത് വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ അല്ലാഹുവിനെ മാത്രം വിളിച്ചു തേടേണ്ട, അല്ലാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ പടപ്പുകളോട് ചോദിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കും. ശിർക്കിൽ അകപ്പെടുകയാണ്. മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നബിയെ ആ ഖുർആൻ പ്രഖ്യാപിക്കുക, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. ഖുൽ നബിയെ പറയ്, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ വിളിച്ചു തേടൂ, വലാ ഉശ്രികു ബിഹി അഹദാ, അവരിൽ ഞാൻ യാതൊന്നിനെയും പങ്കു ചേർക്കുന്നതേയല്ല. റസൂലുള്ളാഹിയോട് പ്രഖ്യാപിക്കാൻ ആര് പറഞ്ഞതാ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അല്ലാഹുവിനുള്ള ഒരു പടപ്പിനോട് നുബുവത്തിന് മുമ്പോ ശേഷമോ ആ ഒരു തേട്ടം ഉണ്ടായിട്ടില്ല. സ്വഹാബികൾ അങ്ങനെ തേടിയിട്ടില്ല, താബികൾ അങ്ങനെ തേടിയിട്ടില്ല. നമുക്കറിയാം, നമ്മുടെ മുൻഗാമികളായ മഹാന്മാരായ ഇമാമിങ്ങൾ, ഇമാം അബൂ ഹനീഫ, ഇമാം ഷാഫിഈ, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ, ഇമാം മാലിക് റഹിമഹുല്ലാഹ്, ഇവരുടെയൊക്കെ മാതൃക എന്താ? അല്ലാഹുവിനോട് മാത്രം തേടുക, അല്ലാഹുവിനോട് മാത്രം ചോദിക്കുക എന്നതായിരുന്നു. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പിതാവിനോട് പറയുന്നത്, എന്റെ പ്രിയപ്പെട്ട ഉപ്പ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ? നിങ്ങൾ എന്താണ്
ചെയ്യുന്നത്? കണ്ട വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും നിങ്ങൾ വിളിച്ച് തേടല്ലേ? എന്തിനാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത്? ഇബ്രാഹിം ചോദിക്കാം, ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. കാണാൻ കഴിയാത്ത, കേൾക്കാൻ കഴിയാത്ത, നിങ്ങൾക്ക് യാതൊരു ഉപകാരവും ചെയ്യാൻ കഴിയാത്ത വസ്തുക്കളെ എന്തിനാണ് ഉപ്പ നിങ്ങൾ വിളിച്ചു തേടുന്നത്? യാ അബതി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക ഫജഫത്തബിഇനി അഹ്ദിക സിറാതൻ സവിയ്യ. എൻ്റെ ഉപ്പ, നിങ്ങൾക്ക് വരാത്ത ചില വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ സ്വീകരിക്കുക, അതനുസരിച്ച് നിങ്ങൾ ജീവിക്കുക എന്ന് ഉപ്പയോട് പറയുമ്പോൾ ആ ഉപ്പ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കല്ലെറിഞ്ഞ് വീട്ടിൽ നിന്ന് ഓടിക്കുകയും പുറത്താക്കുകയുമാണ് ചെയ്യുന്നത്. മഹാനായ ലുഖ്മാനുൽ ഹക്കീം ഖുർആനിൽ ഒരധ്യായത്തിന്റെ പേരാണ് സൂറത്തുൽ ലുഖ്മാൻ. ആ ലുഖ്മാൻ ആരാണ്? അദ്ദേഹം ഒരു നബിയല്ല. അദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ കാണാൻ സാധിക്കുന്നത് അദ്ദേഹം ഒരു ആശാരിപ്പണിയെടുത്തിരുന്ന മനുഷ്യനായിരുന്നു എന്നാണ്. ആശാരിപ്പണിയെടുത്തിരുന്ന ഒരു മനുഷ്യനായിരുന്നു, ഒരു സാധാരണക്കാരൻ, ഒരു കറുത്ത വർഗക്കാരൻ. ആ ആശാരിപ്പണിയെടുത്ത് ജീവിച്ച കറുത്ത വർഗക്കാരനായ ലുഖ്മാനുൽ ഹക്കീമിന്റെ പേര് ഇവിടെ വന്നു, വിശുദ്ധ ഖുർആനിൽ വന്നു. വിശുദ്ധ ഖുർആനിന്റെ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൽ ലുഖ്മാൻ എന്നാണ്. എന്തുകൊണ്ട്? ആ ഉപ്പ മകനെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് ഉപദേശിക്കുന്നുണ്ട്. അതിലാദ്യം തന്നെ പ്രിയപ്പെട്ട മകൻ കൊടുക്കുന്ന ഉപദേശം, وَإِذْ قَالَ لُقْمَانُ لِابْنِهِ وَهُوَ يَعِظُهُ لَا تُشْرِكْ بِاللَّهِ إِنَّ الشِّرْكَ لَظُلْمٌ عَظِيمٌ. പ്രിയപ്പെട്ട മോനെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് പറയാം, മോനെ ലാ തുശ്രിക് ബില്ലാഹി, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. ഇന്ന ശിർക ലദുൽമുൻ അദീം, തീർച്ചയായും അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്നത് ഏറ്റവും വലിയ പാതകമാണ്. തെറ്റാണെന്നല്ല, തിന്മയാണെന്നല്ല, ഏറ്റവും വലിയ അക്രമമാണെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തന്റെ മൂത്താപ്പ അബൂ താലിബിന്റെ അടുത്ത് മരിക്കാൻ നേരത്ത് അവിടെ ചെന്നിരുന്ന തലക്കെടുത്തിരുന്നിട്ട് പ്രിയപ്പെട്ട ഉപ്പയോട് പറയുന്നു, പ്രിയപ്പെട്ട മൂത്താപ്പയോട് പറയുന്നുണ്ട്, എന്റെ പ്രിയപ്പെട്ട മൂത്താപ്പ, എന്റെ പ്രബോധന മേഖലയിൽ എനിക്ക് താങ്ങും തണലുമായ ആണല്ലേ നിങ്ങൾ. പക്ഷേ ഈ ഹിദായത്തിന്റെ വെളിച്ചം കിട്ടാതെ നിങ്ങൾ മരണപ്പെട്ടാൽ അതെനിക്ക് താങ്ങാനാവാത്ത വേദനയാകും. അതുകൊണ്ട് യാ അമ്മി ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട പിതാവ്, എന്റെ പ്രിയപ്പെട്ട പിതൃവ്യ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊന്ന് പറയെങ്കിൽ എനിക്ക് അല്ലാഹുവിന്റെ അടുത്ത് നിങ്ങൾക്ക് വേണ്ടി വാദിക്കാമെന്നോ. പക്ഷേ ആ പറച്ചിലുകൾ തുടർന്നെങ്കിലും അവസാന വാക്ക് അബൂതാലിബ് പറഞ്ഞെന്താണെന്നറിയോ? അന അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, ഞാൻ മരിക്കുന്ന ആരുടെ മില്ലത്തിലാണ്? അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്തിൽ, അഥവാ അബൂജാഹിലിന്റെയും അബൂലഹബിന്റെയും അല്ലെ ആ ശിർക്കിന്റെ മാർഗത്തിലാണ് ഞാൻ മരിക്കുന്നത്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേദന താങ്ങാനാവാതെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരയുന്നുണ്ട്. എനിക്ക് കരച്ചിൽ വന്നു, താങ്ങാൻ കഴിഞ്ഞില്ല. കാരണം തനിക്ക് രൂപത്ത് കിട്ടിയത് മുതൽ താങ്ങും തണലുമായ മൂത്താപ്പ മരണപ്പെടുന്നത് ശിർക്കിലാണ്. പ്രവാചകന് വേണ്ടി ശുഐബ് അബീ താലിബിൽ 3 വർഷം ഭക്ഷണം പോലും കഴിക്കാതെ പച്ചലകൾ തിന്ന് ജീവിക്കുന്ന കൂട്ടത്തിൽ ആരുണ്ടായിരുന്നു? അവരുടെ കൂട്ടത്തിൽ കുടുംബ ബഹിഷ്കരണമായിരുന്നു നടന്നത്. ആ കൂട്ടത്തിൽ അബൂ താലിബ് എന്നിട്ട് പോലും അദ്ദേഹത്തിന് ഹിദായത്തിന്റെ വെളിച്ചം കിട്ടിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ ആശ്വസിപ്പിച്ച്, നബിയെ, അങ്ങയുടെ ഉത്തരവാദിത്വം എത്തിച്ചു കൊടുക്കലാണ്, ഹിദായത്ത് നൽകേണ്ടത് അല്ലാഹുവാണ്. ആയത്തിറങ്ങി, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. നബിയെ, താങ്കൾ ഉദ്ദേശിക്കുന്നവരെ, താങ്കൾക്ക് പ്രിയപ്പെട്ടവരെ ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ താങ്കൾക്ക് കഴിയില്ല. അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആശ്വാസമേകി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ശിർക്കിന്റെ ഗൗരവം നമ്മൾ അറിയണം. ആ ശിർക്കിന്റെ ഗൗരവം അറിഞ്ഞതുകൊണ്ടാണ് പ്രവാചകൻ തന്റെ മൂത്താപ്പയുടെ അടുത്ത് നിരന്തരം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വന്തം പിതാവിനെ ഉപദേശിച്ചതും ക്ഷണിച്ചതും ഓരോ പ്രവാചകന്മാരുടെ ചരിത്രം നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും വലിയ അക്രമം എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങളെല്ലാം
നമ്മൾ തൗബ പോലും ചെയ്യാതെ നമ്മുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യം കൊണ്ട് പൊറുക്കുന്നേ. പക്ഷേ തൗബയില്ലാതെ അല്ലാഹു പൊറുക്കാത്ത ഏക പാപം എന്ന് പറയുന്നത് അത് ശിർക്ക് മാത്രമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരാൾ എന്തെല്ലാം നന്മകൾ ചെയ്താൽ, എന്തെല്ലാം പുണ്യകർമ്മങ്ങൾ ചെയ്താൽ, എത്ര കോടിക്കണക്കിന് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ സ്വതക്ക കൊടുത്താലും അവന്റെ നാവിൽ നിന്ന് അമ്പലങ്ങളെ എന്നെ ഒന്ന് കാക്കണേ, ബദരീങ്ങളെ എന്നെ രക്ഷിക്കണേ എന്നുള്ള ശിർക്കിന്റെ ഒരു വിളി വന്നാൽ ആ ഒരൊറ്റ വിളി മതി അവന്റെ സർവ്വ നന്മകളും ബാക്കിയായി പോകാൻ. അതായത് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലു വലതകൂനന്ന മിനൽ ഖാസിരീൻ. ഖുർആനിലെ ശ്രദ്ധേയമായ കാര്യം, എല്ലാ നബിമാർക്കും അല്ലാഹു വഹി കൊടുത്തിട്ടുണ്ട്. നീ എങ്ങാനും ശിർക്ക് ചെയ്തു പോയാൽ നിന്റെ എല്ലാ നന്മകളും ബാത്തിലാണ്, നിങ്ങൾ നഷ്ടകാരികളിൽപ്പെട്ടു പോവുകയും ചെയ്യുമെന്ന്. മാത്രമല്ല ശാശ്വത നരകമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതുപോലെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടുകയും അവരോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് മാത്രമാണ് അല്ലല്ലോ. അല്ല, അതിന്റെ വകഭേദങ്ങൾ ഒരുപാട് നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ എനിക്കറിയില്ല കൊണ്ടുപോയില്ല എന്നുള്ളത്, പിന്നറാത്തേക്കും മൗലീദും കുതുബിയത്തും ഒക്കെ ഒരുപാട് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും പള്ളികളിൽ പോലും പിന്നെ മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹിയുടെ പ്രീതി കാക്ഷിച്ചുകൊണ്ട് ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി പള്ളിയിൽ ഇരുന്നിട്ട് കുതുബിയത്ത് റാത്തീബ് ചൊല്ലുന്ന ആളുകൾ ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം മാലകളിലും മൗലീദുകളിലൊക്കെ ഉള്ള വരികൾ കേട്ടില്ലേ? മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹിയെ പറ്റി മാലയിൽ പറയുന്നത് കല്ലമീലീന്നും എന്നെ വിളിപ്പോർക്ക് വായ്കൂടാ ഉത്തീരം ചെയ്യും ഞാൻ എന്നോവർ. ലോകത്തിന്റെ ഏതു ഭാഗത്ത് നിന്ന് അങ്ങ് ബഗ്ദാദിൽ മറമാടപ്പെട്ട് കിടക്കുന്ന മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അദ്ദേഹത്തെ ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്ന് വിളിച്ചാലും ആ വിളി കേൾക്കാൻ അദ്ദേഹത്തിന് കഴിയും, ആ വിളിക്ക് ഉത്തരം നൽകുവാൻ അദ്ദേഹത്തിന് കഴിയും. ആരാണ്? മാലകളിൽ പറയുന്ന വരികളാണ്. ഇന്നും ആളുകൾ ചൊല്ലുന്നുണ്ട് പോലീശ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട്. അതുപോലെ കുതുബിയത്തില് ചൊല്ലിയിട്ടുള്ളവർക്കറിയാം എന്താണ് എന്ന് തുടങ്ങുന്ന വരികൾ കാണാം. മഴ പോലും പെയ്യിപ്പിക്കുന്ന മഹാനെ, അരുവികൾ ഒഴുകി തരുന്ന മഹാനെ എന്ന് പറഞ്ഞിട്ടാണ് കുതുബിയത്ത് റാത്തീബ് തുടങ്ങുന്നത്. അതിന്റെ ഏതാണ്ട് അവസാന ഭാഗത്ത് കാണാം നല്ല ഭവ്യതയോടുകൂടി ഏകാന്തമായി ഇഖ്ലാസോടുകൂടി ഇരുന്നൊരാള് യാ ശൈഖ് മുഹീദ്ദീൻ എന്ന് ഒന്നല്ല രണ്ടല്ല 1000 തവണ വിളിച്ചാൽ, എത്ര വേണം? 1000 തവണ അവൻ വിളിച്ചു തേടിയാൽ അവന്റെ മനസ്സിൽ എന്തെല്ലാം മുറാദുകളുണ്ടോ അതെല്ലാം ഞാൻ പൂർത്തീകരിച്ചു കൊടുക്കും എന്നാണ്. അതുകൊണ്ട് ഈ കുതുബിയത്ത് റാത്തീബ് ചൊല്ലുമ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് ചൊല്ലണമെന്ന് പറയുന്നത് തന്നെ രാത്രിയിലൊക്കെ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് എല്ലാവരും കൂടെ ഇരുന്ന് അങ്ങോട്ട് കൊണ്ട് കാണാതെ നിൽക്കുന്ന ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇന്നും നടക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതൊക്കെ ശിർക്കാണ്. ഈ ശിർക്ക് കൊടികുത്തി വാഴുന്ന ഒരു വീട്ടിൽ, ആ ശിർക്കുള്ള ഒരു വീട്ടിൽ ഒരിക്കലും ഞാൻ പറഞ്ഞതുപോലെ ഹാജർ പറഞ്ഞതുപോലെ പറയാൻ കഴിയില്ല. അവിടെ തൗഹീദിന്റെ കരുത്തുണ്ടാവണം, തൗഹീദിന്റെ വെളിച്ചം ഉണ്ടാകണം. അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ എന്റെ ഉമ്മയാണ് സത്യം എന്ന് പറയുന്ന ആളുകൾ, കഅബയാണ് അല്ലേ നമ്മുടെ വിമലയാണ്, കഅബയാണ് സത്യം എന്ന് പറയുന്ന ആളുകൾ, റസൂലുള്ളാഹിന്റെ പേര് പറഞ്ഞിട്ട് സത്യം ചെയ്യുന്ന ആളുകൾ. നമുക്ക് സത്യം ആരുടെ പേരിലേ പറ്റുള്ളൂ? റബ്ബിന്റെ പേരിൽ മാത്രമേ പറ്റുള്ളൂ. റബ്ബിന്റെ പേരിലാണെങ്കിൽ പോലും വെറുതെ അള്ളാഹിന്റെ പേരിൽ സത്യം ചെയ്യാൻ പാടില്ല. വെറുതെ വല്ലാഹി വല്ലാഹി എന്ന് പറയാൻ പാടില്ല. നമ്മളെ ആളുകൾ വിശ്വസിക്കാത്ത ഒരു ഘട്ടം, നമ്മളെ നിരപരാധിയാണ്. അപ്പൊ ആ സമയത്ത് ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാനാണോ അള്ളാഹി പറയുന്നത്? അള്ളാഹാണേ ഞാൻ ചെയ്തിട്ടില്ല എന്ന്. അപ്പൊ സത്യം ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പേരിൽ മാത്രമാകണം. ലക്ഷണം നോക്കുന്ന ആളുകളില്ലേ, നമുക്കൊക്കെ അറിയാം. ഒരു പൂച്ച നമ്മുടെ വീട്ടിൽ താങ്ങുന്ന സമയത്ത്, അല്ലെ വണ്ടി എടുത്തു പോകുന്ന സമയത്ത്, ആ പൂച്ച ഒരു കറുത്ത നിറമുള്ള പൂച്ചയാണെങ്കിൽ വണ്ടി വേഗോട്ട് എടുത്തിട്ട് പിന്നെ ഫ്രണ്ടിൽ എടുക്കുന്ന ആളുകളുണ്ട്. കാരണം അത് അശുഭമാണ്. വീടിന്റെ അപ്പുറത്തോ ഇപ്പുറത്തോ വന്ന് ഒരു പക്ഷി ശബ്ദം ഉണ്ടാക്കിയാൽ അത് മരണത്തിന്റെ ലക്ഷണമാണ്. അടുത്ത ദിവസം മരണമുണ്ടാകും. കാക്ക ശബ്ദം ഉണ്ടാക്കിയാൽ അതിഥി വരാനുണ്ട്,
ഉള്ളംകൈ ചൊറിഞ്ഞാൽ പൈസ കിട്ടും എന്നൊക്കെയുള്ള വിശ്വാസം ആളുകൾക്കിടയിലുണ്ട്. ഓരോ മാസവും എനിക്കറിയാം, ഇവിടെയൊക്കെ നാട്ടിലുണ്ട്, ഓരോ മാസവും 1-ാം തീയതി ചിലപ്പോൾ അടുത്ത വീട്ടിലെ കുട്ടിയോട് പറയും നീ രാവിലെ വരണം, തലേന്ന് പൈസ കൊടുത്തേപ്പിച്ചിട്ട് ആ പൈസയായിട്ട് വന്നുകൊണ്ടിരുന്നെങ്കിൽ ആ വീട്ടിൽ ആ മാസം ബർക്കത്തുണ്ടാകുന്നു. നമുക്ക് ഇഷ്ടമില്ലാത്ത വളരാത്ത ആരെങ്കിലും ഒന്ന് രാവിലെ വീട്ടിൽ വന്ന് കയറിയാൽ ആ മനുഷ്യൻ വന്ന് കയറിയുണ്ട്, ആ പെണ്ണുങ്ങൾ വന്ന് കയറിയോണ്ടാണ് ഈ വീട്ടിൽ എല്ലാ കുഴപ്പവും എന്ന് പറയും. ആശുപത്രി കേസുകള്, പ്രശ്നങ്ങള്, കച്ചവടത്തെ കച്ച ഇങ്ങനെ വിശ്വസിക്കുന്ന ഈ എന്താ പറയാ പിന്നെ ശകുനത്തെ വിശ്വസിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത്വീറത്തു ശിർക്കുൻ, തീറത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ശിർക്കാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ട്. ഒരു രോഗം വന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇഖ്ലാസും അതുപോലെ ഫാത്തിഹയും അതേപോലെ തന്നെ ഫലക്കും നാസും ഒക്കെ ഓതി മന്ത്രിക്കാൻ ആയത്തുൽ കുർസിയും ആമന റസൂലും ഒക്കെ ഓതിയിട്ട് മന്ത്രിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതിന് പകരം ഒരാൾ റസൂൽ വരുമ്പോൾ കയ്യിൽ ചരടെടുക്കുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ എന്തെങ്കിലും തകിട് ബന്ധിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും വിധി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്നറുക വത്തമാഇമ വത്തിബലത ശുക്ർ. ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ സ്നേഹം ഉണ്ടാകാൻ വേണ്ടിയിട്ടും പിണക്കം ഉണ്ടായാൽ പിണക്കം മാറാൻ വേണ്ടി പ്രത്യേകം കിട്ടുന്ന തകിടുകളുടെ രഹസ്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടിയെ അസുഖം വന്നാൽ മന്ത്രിച്ച് കിട്ടുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ശിർക്കാണ് പറഞ്ഞത്. നബിയുടെ അടുത്തേക്ക് ഒരു സംഘം ആളുകൾ വന്നു, അവർ ഇസ്ലാം സ്വീകരിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം സ്വീകരിക്കുന്ന ആളുകളെ കൈ പിടിച്ച് ബൈഅത്ത് ചെയ്യും. അതിലൊരു ചെറുപ്പക്കാരൻ കൈ നീട്ടിയപ്പോൾ കൈ വലിച്ചു. അയാളുടെ ശരീരത്തിൽ തോളിൽ ഒരു ചരട് കെട്ടിയിരുന്നു. നബി പറഞ്ഞത് പൊട്ടിക്കാൻ പറഞ്ഞു. പൊട്ടിച്ചതിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യന്റെ കൈ പിടിച്ച് ബൈഅത്ത് ചെയ്തത്. ഉണ്ടോ? അത്രയും ഗൗരവമുള്ള വിഷയമാണ്, ശിർക്കാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മറഞ്ഞ കാര്യങ്ങൾ ലോകത്തിൽ പടത്തിന് അറിയാൻ കഴിയില്ല. നബിമാർക്ക് പോലും അറിയാൻ കഴിയണമെങ്കിൽ അറിയിച്ചു കൊടുക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുക്കണം. അതാണ് പ്രവാചക പത്നി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ പേരിൽ വ്യഭിചാരോപണം ഉന്നയിച്ച മുനാഫിക്കുകളുണ്ടല്ലോ, വലിയ പ്രശ്നമുണ്ടാക്കി 40 ദിവസത്തോളം കാത്തു നിന്ന് അതിന്റെ വസ്തുത സത്യമറിയാൻ വേണ്ടി അല്ലാഹു ആയത്ത് ഇറക്കിയപ്പോഴാണ് എല്ലാവരും ചെയ്തത് ഹക്ക് മനസ്സിലാക്കിയത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നിരപരാധിയാണ്. പക്ഷേ അവിടെ സ്വഹാബികളെ അല്ലാഹു കുറ്റപ്പെടുത്തി. എന്തുകൊണ്ട് പരിശുദ്ധയായ ഒരു സ്ത്രീയെ പറ്റി അപവാദം പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അവരെ സംശയിച്ചു എന്ന് ചോദിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ ഒരു ജ്യോത്സ്യനും ഒരു തങ്ങൾക്കും സാധിക്കുകയില്ല. അല്ലാഹു പറഞ്ഞു ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ്, മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആലയല്ലാതെ കഴിയുകയില്ല എന്ന്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത്തരം ശിർക്കിന്റെ അംശം ഒരിക്കലും നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ കുടുംബത്തിലോ ഉണ്ടാകാൻ പാടില്ല. തൗഹീദിന്റെ വെളിച്ചമുള്ള വീടായി നമ്മുടെ വീട് മാറണം. ഇല്ല എങ്കിൽ അന്ധവിശ്വാസത്തിന്റെ ഇരുൾ നമ്മുടെ വീട്ടിൽ പകരും. അത് നമ്മുടെ ദുനിയാവും നമ്മുടെ ആഖിറത്തും അപകടത്തിലാക്കും. ഒരു വീടിന്റെ അടിത്തറ ഇളകി നിൽക്കുന്നുണ്ടെങ്കിൽ, അത് വീഴാതിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടാൽ പറയും ഈ വീട് അതേ നിൽക്കില്ല കേട്ടോ, ഈ വീട് ഇപ്പൊ താഴെ പോകും, കാരണം അതിന്റെ ബേസ് ഇളകിയിട്ടുണ്ട്, അടിത്തറ ഇളകിയിട്ടുണ്ടെന്ന് പറയും. എന്നതുപോലെയാണ് തൗഹീദ് ഒരാളുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ അവന്റെ സർവ്വ നന്മകളും ബാക്കിലായി പോകും. മാത്രമല്ല, ഒരു കുടുംബത്തിന് ശാന്തിയും സമാധാനവും എല്ലാം കൈവരുന്നതും കരുത്തോടുകൂടി അവർക്ക് നിലകൊള്ളാൻ കഴിയുന്നതും വിശ്വാസത്തിന്റെ കരുത്തിൽ മാത്രമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ ഈ കൂട്ടാരമൈക്ക് ഇബ്രാഹിം നിന്നെ ഇതിലേക്ക് എടുത്തെറിയാൻ പോവാണ്, നീ കത്തിക്കരിഞ്ഞിൽ കിടന്ന് മരിക്കുമെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് നമ്മോട് കൂട്ടർ പറയുന്ന സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്ന ഒരു വാക്കെടുത്താണ് എനിക്ക് എന്റെ റബ്ബ് മതി, അവൻ മതി, എനിക്ക് തവക്കുൽ ചെയ്യാൻ എന്ന് പറയുന്നു. ആ തവക്കുലിന്റെ കരുത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയണമെന്നുണ്ടെങ്കിൽ തൗഹീദിന്റെ വെളിച്ചം തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ശിർക്കിലൊരിക്കലും നമ്മൾ ആവതിക്കുന്ന വീണുപോകുന്ന അവസ്ഥ ഉണ്ടാകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. തൗഹീദിൽ മരണം വരെ അടിയുറച്ചു നിൽക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.